200 മില്യൺ യൂസേഴ്സ് ആണ് ഇന്ന് ഹാംസ്റ്റർ കോമ്പാക്ടിന്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ. ഏകദേശം 2.5% ഓഫ് ദ വേൾഡ് പോപ്പുലേഷൻ. അപ്പം ഇതിൽ 1% ആളുകൾ ഇൻവിറ്റേഷൻ വഴി ജോയിൻ ചെയ്തായിരിക്കും, അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ റെഫർ ചെയ്ത് ജോയിൻ ചെയ്തായിരിക്കും. അതുമല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഈ സംഭവം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതിൽ ജോയിൻ ചെയ്ത് നോക്കിയതായിരിക്കും. ഇതിനകത്ത് വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് മാത്രമാണ് എന്താണ് ക്രിപ്റ്റോ കോയിൻ, അല്ലെ എന്താണ് ഈ സംഭവം എന്നൊക്കെ അറിഞ്ഞ്, മൈനിങ് എന്താണെന്നൊക്കെ അറിഞ്ഞ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ബിറ്റ് കോയിൻ യൂസ് ചെയ്യുന്നത്. സോ ഇതിൽ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ഇതിൽ എത്ര ശതമാനം, ഈ 200 മില്യൺ യൂസേഴ്സിൽ എത്ര ശതമാനം ആളുകൾക്ക് ഈ ഒരു കോയിൻ ക്ലെയിം ആകുന്ന ടൈമിൽ അല്ലെ വരുന്ന ടൈമിൽ എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നാണ് കുറിച്ച് ധാരണ കാര്യങ്ങളൊന്നുമില്ല. സോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട എത്രേ ഉള്ളൂ, ഒരു എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് എടുക്കുക എന്നുള്ളതാണ്. എനിക്ക് ബൈനാൻസിലുണ്ട്, കൂക്കോയിലുണ്ട്, ബൈബിറ്റിൽ അക്കൗണ്ട് ഉണ്ട്. ഏറ്റവും എളുപ്പം ബൈനാൻസ് യൂസ് ചെയ്യാൻ തന്നെയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ബൈനാൻസിൽ എങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ അതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന ടൈമിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ അതിന്റെ ബോട്ടത്തിലായിട്ടുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, നെയിം, അഡ്രസ്, മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനുണ്ടായിരിക്കും. ഇത് ഫില്ല് ചെയ്ത ശേഷം നിങ്ങൾ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു UIയിലേക്ക് പോകുന്ന ടൈമിൽ KYC ചെയ്യാൻ പറഞ്ഞ് കാണിക്കും. ഈ KYC മീൻസ് നിങ്ങളുടെ ആധാർ കാർഡ് വെച്ച് നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യുന്നതാണ്. അത് അറൌണ്ട് 1 to 2 days എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഈ KYC ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനോ വിഡ്രോ ചെയ്യാനോ പറ്റത്തുള്ളൂ. ഒരു എക്സ്ചേഞ്ചിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പം ലാസ്റ്റ് ഡേ കൂക്കോയിൻ എന്ന് പറയുന്ന ഒരു എക്സ്ചേഞ്ചിൽ ഹാംസ്റ്റർ കോമ്പാക്ടിന്റെ പ്രീ മാർക്കറ്റ് സെയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ് ആക്ച്വലി പ്രീ മാർക്കറ്റ് സെയിൽ? ഇപ്പൊ സപ്പോസ് ഒരു ബയറും ഒരു സെല്ലറും ആണെന്നുണ്ടെങ്കിൽ, ഒരു ബയർ പറയുകയാണ് ഒരു സെല്ലറിന്റെ കയ്യിൽ നിന്ന് ഒരു ബേസ് വാല്യൂവിന്, അതായത് 0.001 ആണ് അതിന്റെ ബേസ് വാല്യൂ എങ്കിൽ, സെല്ലർ പറയുകയാണ് ഈ ഒരു വാല്യൂവിന് ഇത്ര എമൗണ്ട് ഓഫ് കോയിൻസ് ഞാൻ വിൽക്കാൻ വില്ലിംഗ് ആണ് ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ. അപ്പൊ ഒരു ബയർ പറയുകയാണ് ഈ പറയുന്ന ബേസ് വാല്യൂവിന് ഞാൻ ഇത്ര എമൗണ്ട് ഓഫ് കോയിൻ വാങ്ങാൻ വില്ലിംഗ് ആണ് എന്ന് പറയുകയാണ്. ആക്ച്വലി ഇതാണ് പ്രീ മാർക്കറ്റ് സെയിൽ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറയുന്ന 0.001 എന്ന് പറയുന്ന വാല്യൂ ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിലും ബൈ ചെയ്യുന്ന ആൾക്ക് ഇതിന്റെ ബേസ് വാല്യൂവിൽ തന്നെ വാങ്ങാൻ സാധിക്കും. ഇപ്പൊ സപ്പോസ് ഇതിന്റെ വാല്യൂ ഡിക്രീസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും സെല്ല് ചെയ്യുന്ന ടൈമിൽ ഇതിന്റെ സെല്ലറിന് ഈ ഒരു വാല്യൂവിന് സെല്ല് ചെയ്യാൻ സാധിക്കും. ഇതാണ് ആക്ച്വലി പ്രീ മാർക്കറ്റ് സെയിൽ എന്ന് പറയുന്നത്. സോ അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ കോയിൻ നമുക്ക് ക്ലെയിം ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ലിസ്റ്റ് ആവുന്ന ടൈമിൽ എങ്ങനെയാണ് ഇതിനെ എമൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ്ലി നമ്മൾ ചെയ്യേണ്ട എത്രേ ഉള്ളൂ, നിങ്ങളുടെ വാളറ്റ് എയർ ഡ്രോപ്പ് ആയിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട ശേഷം ലിസ്റ്റഡ് ആകുന്ന ടൈമിൽ നിങ്ങൾക്ക് ക്ലെയിം എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങളുടെ വാളറ്റിന്റെ അവിടെ വരുന്നുണ്ടായിരിക്കും. ഇത് ക്ലെയിം ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ ടോൺ വാളറ്റിലേക്കായിരിക്കും ഈ ഒരു കോയിൻ മൂവ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ മൂവ് ചെയ്യുക. അവിടുന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഏത് അക്കൗണ്ടിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, എക്സ്ചേഞ്ചിലാണ് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു എക്സ്ചേഞ്ചിലേക്ക് നിങ്ങളുടെ ഈ ടോൺ വാലറ്റിലെ അക്കൗണ്ട് നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്യാവുന്നതാണ്. ദെൻ നിങ്ങൾക്ക് USDT-യിലേക്ക് കൺവേർട്ട് ചെയ്യുക, US$ ടോക്കണിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം പിയർ ടു പിയർ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കോയിൻ സെല്ല് ചെയ്യാവുന്നതാണ്. ഡയറക്ട്ലി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. വിച്ച് മീൻസ് നിങ്ങൾക്ക് ഇന്ന് ലിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾക്ക് ഒരു എമൗണ്ട് സെല് ചെയ്യാൻ സാധിക്കത്തില്ല. എമൗണ്ട് സെല് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. സോ താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.